നമസ്കാരം. ഇന്ന് തിരുവോണം. ഓണമൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ 2 ദിവസമായും നല്ല മഴയാണ് ഉണ്ടായത്. ഇപ്പം ഇന്ത്യയിൽ എല്ലായിടത്തും നല്ല മഴയാണല്ലോ. വീട്ടിൽ ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ പൂ വാങ്ങിക്കാൻ ആദ്യം പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നത് നീലേശ്വരം, അതുപോലെ തന്നെ പയ്യന്നൂർ, അവിടെയൊക്കെ ആയിരുന്നു. പിന്നീടാണ് പെട്ടെന്ന് പ്ലാൻ മാറ്റി മലയോര പട്ടണമായ ചെറുപുഴയിലേക്ക് പോയത്. അവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ച് ഇവിടെ കാണുന്നില്ലേ, ഈ പൂക്കളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ആ ഒരു കുറച്ച് കാഴ്ചകൾ നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വാ. ഞങ്ങൾ വാങ്ങിയത് 6 കളറുകളിലുള്ള വ്യത്യസ്തമായ പൂക്കളാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ച്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കട്ടെ. ആദ്യം ഞങ്ങൾ ഇവിടെയാണ് പൂക്കളം ഇട്ട് വരുന്നത്. പ്രത്യേകിച്ച് വലിയ ഡിസൈനിങ് ഒന്നും ഇല്ല, ഇങ്ങനെ ഉള്ളതുപോലെ ഇട്ട് പോവാ അല്ലേ നവി? അതായത് നമ്മളിവിടെ ഇടാൻ നേരത്തിന് മുന്നേ തന്നെ ചോക്ക് കൊണ്ട് വരച്ചിട്ട് ഒരു പ്ലാൻ ഒന്നും ആക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ്. അതായത് പൂക്കൾ വരുന്ന സമയത്ത് ഇട്ടങ്ങ് പോവാ. അതെ 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 അതെ. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഈ രീതിയിലൂടെ ആ ഒരു മഞ്ഞ ഇട്ടോ, അങ്ങനെ ആണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ഓറഞ്ചും ഈ ഒരു മഞ്ഞപ്പൂവാണ്. അപ്പൊ അതുകൊണ്ട് അത് മാത്രം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്താൽ മതി. മെയിനായിട്ടുള്ള ഫോക്കസ് ഈ 2 പൂക്കൾ തന്നെയാണ്. അത് ഒരു കാര്യം ചെയ്യാം, അതിപ്പോ അതിന്റെ ഇതിലൂടെ ഇട്ടാല് അടുത്തത് ആ ഒരു കളറായിട്ട് എടുത്തിട്ടാല് നല്ല കോമ്പിനേഷൻ കിട്ടും. ഇടയിൽ ഒരു ബോർഡർ ആയിട്ട് കൊടുക്കാം. അങ്ങനെ കൊടുത്താല് കളറില്ലേ, ആ ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ഇതാ ഈ ഒരു റെഡ് സംഭവം, ഇതുപോലെ തന്നെ മഞ്ഞ കളർ നല്ല രീതിയിൽ അട്രാക്ഷൻ കിട്ടും. ഈ പൂക്കൾ ഇടുന്ന സമയത്ത് ഇവിടെ നിന്നും ഗ്യാപ്പ് വരാൻ പാടില്ല കേട്ടാ. അവിടെയൊക്കെ സെറ്റാക്കണം. ഈ ഭാഗത്തെല്ലാം കാണുന്നില്ലേ, അവിടെ എല്ലാം പൂക്കൾ കൊണ്ട് നിറക്കണം. പൂക്കള് ഒരുപാടുണ്ട്, അതുകൊണ്ട് വലിയ ക്ഷാമം വരൂല ഇക്കൊല്ലം. ഏകദേശം ഈ ഒരു ഡിസൈനിങ് ആയി. ഇനി ഇതിന്റെ അകത്തേക്ക് ഈ കാണുന്ന വെള്ളപ്പൂ വെക്കാം. അപ്പൊ അവിടെ നല്ലൊരു തെളിച്ചം ഉണ്ടാവും. ഇതിങ്ങനെ ഇവിടെ മൊത്തത്തിലിടാം. ഏകദേശം ഇത്ര ഇട്ടു. ഇപ്പൊ തന്നെ നല്ലൊരു ആകൃതി കിട്ടിയില്ലേ. ഇനി ഇവിടെയും കുറച്ച് പൂക്കളുണ്ട്, അതിലും ഉണ്ട്. ഇനി ഇതിലൂടെ ഇടാൻ നോക്കാം. കാരണം ആ പൂക്കളും കൂടെ നമുക്ക് എന്തായാലും ഇട്ടിട്ട് ലാസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ ഡിസൈനിങ് എന്നുള്ളത് കണ്ടു നോക്കാം. ഇനി 2 സെറ്റ് ഉണ്ട് അവിടെ. അവസാനത്തെ ലെയർ വരെ എത്തി കേട്ടോ. ഇനി ഈ ഗ്യാപ്പില്ലേ, ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പൂ കൂടെ വെച്ച് നമുക്ക് ഈ ഒരു പൂക്കളം സെറ്റ് ആക്കാം. കാരണം ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ എല്ലാം ഇട്ടുമല്ലോ. എന്റെ ബലമായ സംശയം ഈ ഭാഗമില്ലേ, ഇവിടെ നമുക്ക് മഞ്ഞ ഫില്ല് ചെയ്യാം. മഞ്ഞ ഇട്ടാൽ മാത്രമാണ് ഇതിന് നല്ലൊരു തിളക്കനി കിട്ടുക. കാരണം ഞങ്ങൾ ആകെ മഞ്ഞ ഇട്ടത് ഇവിടെ മാത്രമാണ്. അങ്ങനെ പൂക്കളത്തിന്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. മനു, ലാസ്റ്റ് നമുക്ക് ഒരു മഞ്ഞ ഇട്ടിട്ട് ഫില്ല് ചെയ്യാം അല്ലേ? കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ പോകുന്നില്ല. കാരണം ഇവിടെ നിന്നും പ്രത്യേകിച്ച് ഫില്ല് കാരണം ഫില്ല് ചെയ്യാൻ മാത്രം സ്ഥലമില്ല. എടാ പൂ ബാക്കിയുണ്ടടാ ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് മേലത്തെ വീട്ടിലിടാം അല്ലെ? മേലത്തെ വീട്ടിലിടണം. അതുപോലെ തന്നെ അല്ല, എന്തായാലും ഈ ഒരു കുറച്ച് 2-3 ബാക്കി ഇടാനല്ലോ അല്ലേ? ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഒരു ഫോട്ടോ പോലും നോക്കാതെ ചുമ്മാ എടുത്ത് ആക്കിയ ഒരു പൂക്കളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും വരച്ചില്ല, ജസ്റ്റ് നമ്മളുടെ ഐഡിയ വെച്ചിട്ട് ആ സ്പോട്ടിൽ വന്ന സംഭവം വെച്ചിട്ട് ഇട്ട പൂക്കളാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ ഓണപ്പൂക്കളൊക്കെ ഇട്ടിതാ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം തുടങ്ങിയ ആ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ ഏറ്റവും അവസാനം എത്തിയൊരു ഭാഗമില്ലേ, പിന്നെ ഈ ലാസ്റ്റിൽ ഇതില്ലേ, അത് പിന്നെ എക്സ്ട്രാ കുറെ പൂക്കൾ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ആക്കിയതാണ്. ആ ഭാഗമില്ലേ, അവിടെ ഇനി ഇടാനുള്ള സ്ഥലമില്ല, അതുകൊണ്ടാണ് അവിടെ കുറച്ചൊരു ഗ്യാപ്പ് കുറഞ്ഞത്. പിന്നെ ഈ ഭാഗത്തേക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഈ ഒരു പൂക്കളത്തിന് 10ൽ നിങ്ങൾ എത്ര റേറ്റ് തരും? എത്ര റേറ്റ് തന്നാലും കുഴപ്പമില്ല. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒന്ന് വരക്കാതെ നമ്മുടെ ഐഡിയയിൽ രാവിലെ പെട്ടെന്ന് കിട്ടിയൊരു പൂക്കളത്തിന്റെ ഡിസൈനിങ് ആണ്. നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. എന്തായാലും നിങ്ങളൊരു റേറ്റിംഗ് എന്തായാലും പറ. ഓണത്തിന് നമ്മുടെ കാര്യം മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അച്ഛൻ്റെ അമ്മേന്റെയും കൂടെ കാര്യങ്ങൾ അറിയണമല്ലോ. എങ്ങനെയുണ്ട് ഓണമൊക്കെ? മിക്കവാറും ഇന്ന് ഇതുവരെ മഴയൊന്നും പെയ്യില്ല അല്ലേ? പിന്നെ അമ്മേന്റെ ഒരു പാട്ടെല്ലാം പാടണം കേട്ടോ. കഴിഞ്ഞ വിഷുവിന് ഒരു പാട്ടെല്ലാം പാടിയിട്ടേ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്കുണ്ടല്ലോ ഭയങ്കര തിരക്കാണ്. കാരണം സദ്യ ആക്കണ്ടേ അല്ലേ, സ്വാദിഷ്ടമായ സദ്യ. ഏതാ ഭാഗത്തേക്ക് പോവാത്തവരാ ഈ വർത്താനം പറയുന്നത്. പൂക്കൾ എങ്ങനെയുണ്ട്? ഞാൻ പറയുന്നത് ഈ ഒരു ഡിസൈനിങ് ഇത് വേണ്ടായിരുന്നു അല്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇട്ടുപോയി. പക്ഷെ നമ്മൾ വേറൊരു ഡിസൈനിങ് നോക്കാതെ നമ്മുടെ ആ ഒരു ഇത് മാത്രം വെച്ചുകൊണ്ട് ഇട്ട ഒരു പൂക്കളായിരുന്നു ഇത്. കഴിഞ്ഞ വർഷം ഇട്ടതിനെക്കാട്ടും എത്രയോ ബെറ്റർ തന്നെ അല്ലേ? കഴിഞ്ഞ വർഷം ഇട്ടതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പം കൂടിയിട്ടുണ്ട്. ഉച്ചക്കുള്ള സദ്യ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ പച്ചടിയുണ്ട്, ചോറുണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, പയർ തോരൻ. ഞങ്ങളുണ്ടല്ലോ ഒരു ചിക്കൻ കറി കൂടി ഇവിടെ ആക്കി. അച്ഛൻ തന്നെ ആദ്യം കഴിച്ചു. അച്ഛൻ കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കാന്ന് കരുതി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി അമ്മേന്റെ ഒരു പാട്ട് പാടിക്കോ.
തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാടം പൂക്കുന്നിനുച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നൊരുക്കി ഇത്തിരി പൊന്നൊരുക്കി കോടി മുണ്ടെടുത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലനാമോണക്കിളി ഓണക്കിളി ഓണക്കിളി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓടവില്ലടി പാട്ടിന്നോ പുരം കിലുങ്ങുന്നു പൂവിളിത്തേരുകൾ പാഞ്ഞിടുന്നു 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 തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. പാട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി അച്ഛന്റെ വകയുള്ള ഒരു നാടൻ പാട്ട് കൂടിയുണ്ട്. നല്ലൊരു നാടൻ പാട്ടായാലോ? പാടിക്കോ. അരി പെരുംജീരകം മഞ്ഞൾ കൊത്തമ്പാരി അമ്മി മേലിട്ടിട്ട് നീട്ടിയരച്ചോളെ അയലത്തെ കദീജ പൈച്ചിട്ടിരിക്കുമ്പോൾ അരകിലോ ബന്നാസ് തോരോടെ തിന്നോളെ ആലപ്പുഴ റോട്ടിൽ ആനപ്പിണ്ടം കണ്ടിട്ട് കല്യാണം കരുതി ബ്രേക്ക് ചവിട്ടിയോളെ ചിത്താരിപ്പള്ളീന്റെ ഓട്ടുമ്മ കയറിയിട്ട് മേലോട്ട് നോക്കുമ്പം ആകാശം കണ്ടോളെ മുട്ടോളം വെള്ളത്തിൽ എട്ടട വീണപ്പോൾ മുണ്ടു നനയാതെ മുങ്ങിയെടുത്തോളെ അരി പെരും ജീരകം മഞ്ഞൾ കൊത്തമ്പാരി അമ്മി മേലിട്ടിട്ട് നീട്ടിയരച്ചോളെ. ഇതായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലത്തെ ഓണാഘോഷം. ചെറിയ പരിപാടിയായിരുന്നു, അതായത് അച്ഛന്റെ അമ്മയുടെയും പാട്ടും ചെറിയ രീതിയിലുള്ള ഒരു ഓണസദ്യയും. അതുപോലെ തന്നെ ഓണം കഴിഞ്ഞ് ഇനിയിപ്പം അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബീഹാർ യാത്രയാണ്. ബീഹാറിന്റെ യാത്രയിലത്തെ കുറച്ച് കാഴ്ചകളായിരിക്കും ഇനി നിങ്ങളെ കാണാൻ വേണ്ടി പോകാം. ഞങ്ങൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ബീഹാറിലേക്ക് കേരളത്തിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. അതിനുശേഷം ബീഹാർ എത്തിയ ശേഷം അവിടുത്തെ കുറച്ച് കാഴ്ചകളായിരിക്കും ഇനി എന്താ പറയാ ഇനി അപ്കമിങ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ഓണത്തിന്റെ ചെറിയൊരു കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.